ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തുടം വെളുത്തുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. നിങ്ങൾക്കിത് മിക്സിയിൽ വേണമെങ്കിൽ ക്രഷ് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ്. അതിന് വേണ്ടിയിട്ട് വാളൻ പുളി ഒരു ലെമൺ സൈസ് എടുത്തിട്ട് ഞാൻ 2 കപ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത കുരുമുളക്, വെളുത്തുള്ളി അതെല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രസം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, വെളുത്തുള്ളി, ജീരകം കൂട്ടുണ്ടല്ലോ അത് ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉണക്കമുളക് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ കുരുമുളകിൻ്റെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിക്കോട്ടെ. അപ്പോൾ ഇവിടെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇതിനകത്തേക്ക് ചേർക്കാം. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്നും ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഒന്നും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം റെഡിയായി വന്നപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് അരിച്ചൊഴിക്കാം. എന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വന്നോട്ടെ. ഇത് നന്നായിട്ട് വെട്ടിത്തിളച്ചാലാണ് ഇതിൻ്റെ പച്ച ഒരു കുത്തുണ്ടാവുമല്ലോ പുളിവെള്ളത്തിന്, അതൊന്ന് മാറി കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ രസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റിൽ ഇതേപോലെ കായപ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ രസത്തിന് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാം, എരിവ് കുറവാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാം പാകത്തിനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രസം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ആ ഫ്ലേവേഴ്സൊക്കെ അതിൽ ഇരുന്നോട്ടെ. അപ്പോൾ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ രസമൊക്കെ. അപ്പോൾ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ കുടിക്കാനും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്